ഓണക്കാലമായാൽ പൂക്കളിൽ രാജാവ് തുമ്പപ്പൂവാണ്. ഓണക്കാലത്ത് മാത്രമല്ല, ഓണം കഴിഞ്ഞ് മകം മറയ്ക്കുന്നവരെയും രാജാവ് തുമ്പപ്പൂ തന്നെയാണ്. എന്താണ് മകം മറയ്ക്കുക എന്നല്ലേ പറയാം. തിരുവോണം കഴിഞ്ഞ് 16-ാം നാളിലാണ് മകം വരുന്നത്. അന്നാണ് അത്തത്തറ പൊളിക്കുക. ഇത് ഒരു ചടങ്ങാണ്. അത്തത്തറ പൊളിക്കുന്നത് വരെ എല്ലാ ദിവസവും കരിയും ചാണകവും ഉപയോഗിച്ച് അത്തത്തറ മെഴുകിയെടുക്കണം. എന്നിട്ട് തുമ്പപ്പൂവിൻ്റെ തിരള് നുള്ളിയെടുത്ത് അത്തത്തറയിൽ ഇടണം. ഇതിന് തുമ്പക്കഴുത്തിടുക എന്നാണ് പറയുക. ഇത് എൻ്റെ നാട്ടിലെ സമ്പ്രദായമാണ്. മറ്റു നാടുകളിൽ ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓണക്കാലം മാവേലിയുടെ വരവാണ് ആഘോഷിക്കുന്നതെങ്കിൽ ഇതിനു പിന്നിൽ പ്രത്യേകിച്ച് ഐതിഹ്യമുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു. പക്ഷേ ഒന്നും തന്നെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. തുമ്പക്കഴുത്തിടുന്നതിൻ്റെ പിന്നിലെ ഐതിഹ്യം ആർക്കെങ്കിലും അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അറിവ് പകരാനുള്ളതല്ലേ. തീർച്ചയായും മറക്കാതെ കമൻറ്റ് ചെയ്യണം. തിരുവോണം കഴിഞ്ഞ് മകം നാൾ വരെ തുമ്പക്കഴുത്ത് ഇടുന്നതാണ് ഉചിതം. പക്ഷേ തുമ്പ കിട്ടാനില്ലാത്തവർ എന്തു ചെയ്യും? വിഷമിക്കേണ്ട, കിട്ടുന്നത് വരെ ഇട്ടാൽ മതി. മകം മറിക്കുക അഥവാ അത്തത്തറ പൊളിക്കുക എന്ന് പറയുന്നത് ഒരു ചടങ്ങാണ്. ആ ചടങ്ങിന് വേണ്ടി അപ്പം തയ്യാറാക്കണം. അപ്പം ഒരു വാഴയിലയിൽ അത്തത്തറയുടെ മുകളിൽ വെച്ച് മുറിച്ചിട്ടാണ് ആലങ്കാരികമായിട്ട് അത്തത്തറ പൊളിക്കുന്നത്. ഇവിടെ അപ്പം വയ്ക്കാനായി നാക്കിലയാണ് എടുത്തിട്ടുള്ളത്. വാഴയിലയിൽ വെച്ച് മുറിക്കുക എന്നുള്ളതാണ് ചടങ്ങ്. അപ്പം തയ്യാറാക്കിയതും അപ്പം അത്തത്തറയിൽ വെച്ച് മുറിക്കുന്നതുമെല്ലാം അമ്മയാണ് ചെയ്യുന്നത്. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകരേണ്ട ഈ അറിവ് വരുന്ന ഓണക്കാലത്തെ ശുഭകരമായി സ്വാഗതം ചെയ്യാൻ സൂചിപ്പിക്കുന്നു. അപ്പം മുറിച്ചു കഴിഞ്ഞാൽ അത്തത്തറ പൊളിക്കാവുന്നതാണ്. എന്ത് ആയുധം ഉപയോഗിച്ച് വേണമെങ്കിലും അത്തത്തറ പൊളിക്കാം. ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത് പടന്നയാണ്. അത്തത്തറ നിർമ്മിച്ചത് പപ്പയാണെങ്കിലും അത്തത്തറ പൊളിക്കുന്നത് അമ്മയാണ്. പടന്ന ഉപയോഗിച്ച് അത്തത്തറയുടെ ഒരു ഭാഗത്തു നിന്ന് പൊളിച്ചു തുടങ്ങാം. മകം മറയ്ക്കൽ അഥവാ അത്തത്തറ പൊളിക്കൽ ഓണത്തെ തൽക്കാലത്തേക്ക് ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുമെങ്കിലും വരും വർഷത്തെ ഓണത്തെ നല്ല രീതിയിൽ വരവേൽക്കാൻ ഇത് സഹായിക്കുന്നു. സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ആകട്ടെ അടുത്ത ഓണം.